ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രിൻഷാസ് വേൾഡ്. ഇന്നൊരു ഡെയിലി വ്ളോഗാണ് ഗൈസ്. കുറച്ച് നാളുകളെത്തിയ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇടാൻ മറന്നു പോയതാണ്. ഇപ്പോൾ ഫോണിൽ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കിടക്കണ കണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, ഇന്ന് ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ നമ്മൾ അൽസാജ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. പല പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പല ആക്ടേഴ്സിൻ്റെയും ഒക്കെ റിവ്യൂസും വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. അവിടെ എറണാകുളം പോയപ്പോൾ നമ്മൾ തന്നെ പറയാം നമുക്ക് അൽസാജിലൊന്ന് പോകാമെന്ന്. അപ്പോൾ ഇതാ അവിടുത്തെ ഫിഷ് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വായിൽ കപ്പലോടി. റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഒരു നോർമൽ. ഇപ്പോൾ കാരണം ഒരു പ്രൈവസിയോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ആംബിയൻസ് എന്നൊന്നും പറയാനില്ല. പിന്നെ അങ്ങനെ എന്തോ എനിക്കങ്ങനെ വലിയ ഇഷ്ടമായില്ല. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോസിൽ കണ്ട അത്രയും ഭയങ്കര സംഭവമൊന്നുമല്ലെങ്കിലും നല്ല ഫുഡായിരുന്നു. അലി അലി ഇഷ്ടമായി അല്ലൂന്? അടിപൊളിയാ. ഇവിടെ എനിക്ക് ഇഷ്ടമായൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഔട്ട് സൈഡ് വ്യൂ ആയിരുന്നു. പുറത്തൊരു പുഴയും പിന്നെ മറ്റു പടത്തിൽ പറയണ പോലെ ഓം ശാന്തി ഓശാനയിൽ പറയണ പോലെ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഔട്ട് സൈഡ് വ്യൂ ആയിരുന്നു ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പതുക്കെ വിട്ടു ഗൈസ്. അപ്പോൾ ഇക്കാക്ക് ചെറിയ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെക്കപ്പ് നേരെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ അമ്മായി, അതായത് ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ് സർജറി റിലേറ്റഡ് ആയിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ നേരെ ആസ്റ്ററിൽ പോയി. എന്നിട്ട് അമ്മായിയുടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലാറ്റ് കണ്ടു. ഇതിലെപ്പോൾ പോകുമ്പോഴും ഞാനിങ്ങനെ നോക്കിയിരിക്കും ഗൈസ്. കാരണം എനിക്ക് ആ പുഴയുടെ അടുത്തുള്ള മൂപ്പരുടെ ഒരു നിപ്പുണ്ടല്ലോ, ഭയങ്കര ഒരു ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആസ്റ്ററിലെത്തി ഗൈസ്. അല്ലു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആസ്റ്ററിൽ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അല്ലുവിന് ഭയങ്കര ഇഷ്ടമായി ആസ്റ്റർ. അല്ലുവിൻ്റെ വിചാരം ഇത് വല്ല റിസോർട്ടോ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ആണെന്നാണ്. അപ്പോൾ അല്ലു പറയാണ് ചീനി എനിക്ക് വല്ല പനി വന്നാൽ ഇവിടെ വന്നാൽ മതിയിട്ടാണ്. കുട്ടിക്ക് അറിയില്ലല്ലോ ഇവിടെ തൊട്ട് കുറച്ചധികം എണ്ണി കൊടുക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ ശരി. എന്നിട്ട് പറയാം എന്തൊരു ഭംഗിയാണ് ഉമ്മച്ചി, നല്ല റിസോർട്ട് പോലെ ഉണ്ട്, ഇനി നമുക്ക് ഇടയ്ക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാതെ. ഞാൻ പറഞ്ഞ മോളെ ശരി. അങ്ങനെ അല്ലുവിൻ്റെ ഒരു കാര്യമൊന്നും പറയണ്ട ഗൈസ്. അസുഖങ്ങളിൽ തൊട്ട് എല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ. എന്തൊരു തിരക്കാണ് ഹോസ്പിറ്റലിൽ, കല്യാണ വീടിനേലും തിരക്കാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ.
അവിടുന്ന് നമ്മൾ ലുലു മാളിലേക്ക് എത്തി ഗൈസ്. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു, നമ്മുടെ വിനയ് ഫോർട്ടിനെ കണ്ടു. വിനയ് ഫോർട്ടും മോനും കൂടെ പോകുന്നുണ്ടായിരുന്നു. നമ്മളത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞുമ്മ ഉണ്ട് കൂടെ. കുഞ്ഞുമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയും കുഞ്ഞുമ്മയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ കയറി. നമ്മളതാ ഇവിടെയൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു. പിന്നെ ലുലുവിൽ വന്നാൽ മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം എന്ന് പറയുന്നത് നമുക്കതൊരു എന്താ പറയുക, ഒരു നേർച്ച പോലെയാണ്. കാരണം അത് കഴിക്കണം, എന്നാലല്ലേ ഒരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്ഡൊണാൾഡ്സിൻ്റെ ഓരോ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു. മക്കൾക്ക് KFC വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും നമ്മളുടെ ഡിന്നർ KFC ആക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളത് അവിടെ KFCയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, ലുലുലല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ജസ്റ്റ് ലുലുവിൻ്റെ ഡ്രസ് ഷോപ്പിലൊക്കെ ഒന്ന് കയറി എല്ലായിടത്തും വെറുതൊക്കെ ഒന്നിങ്ങനെ നടന്നു. അപ്പോൾ ടീഷർട്ട്സിനും പിന്നെ കുട്ടികളുടെ പാൻറ്റിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഒരു 2 പാൻറ്റ് 2 ടീഷർട്ട് അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ പേ ചെയ്ത് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടോ? നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ അറിയിക്കണം. നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരുത്തും. ഇവിടെ നല്ല മഴയൊക്കെയാണ്. ഇന്നലെ തുടങ്ങിയതാണ് മഴ. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? മഴ ഉണ്ടോ? ഇവിടെ പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള മഴയൊക്കെ നമുക്ക് തന്നോട്ടെ. അങ്ങനെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാലാവസ്ഥ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം പുറത്തൊന്നും ഇറങ്ങാണ്ട് അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. Okay guys, stay tuned on Afrinsha's World. Next video യുമായി വീണ്ടും വരാം. Thank you for watching. Tata bye bye. See you.